ഹലോ, ഇന്നത്തെ യാത്ര എങ്ങോട്ടെന്നല്ലേ? ഞങ്ങൾ ഇന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴാൻ പോവുകയാണ് കേട്ടോ. കുറേ നാളായിട്ട് വിചാരിക്കുവാണ് കേട്ടോ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി ഇന്ന് തൊഴണമെന്ന്. അപ്പം നിങ്ങൾ ഓർക്കരുത് കേട്ടോ, എന്നും ഈ അമ്പലത്തിലെ വീഡിയോ തന്നെ വരുന്നത് എന്താന്ന്. എല്ലാം ഒരു വിശ്വാസമല്ലേ, ഇടയ്ക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട് കേട്ടോ. പോകുമ്പോഴുള്ള വഴിയാണ് കേട്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ. പാടങ്ങളൊന്നും ഇന്ന് കാണാനേ ഇല്ലല്ലേ എങ്ങും. ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയായി. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അതിനുശേഷം ഇന്നാണ് കേട്ടോ വീഡിയോ ഇടാനായിട്ട് പറ്റിയത്. ഞാൻ ഇതുവരെ ചോറ്റാനിക്കര അമ്പലത്തിൽ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല കേട്ടോ. അതുമാതിരി തിരക്കായിരുന്നു. ചെന്നപാടെ ക്യൂ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങള് മലർപ്പറയും മഞ്ഞൾപ്പറയും വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ മലർപ്പറ കഴിക്കുന്നത് കേട്ടോ. അത് മക്കളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ക്യൂവിൽ നിന്ന് ഇന്ന് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ കൂപ്പൺ എടുത്തിട്ട് അകത്തേക്ക് പെട്ടെന്ന് തന്നെ കയറി തൊഴാൻ പറ്റി കേട്ടോ. അത് തന്നെ വലിയ ഭാഗ്യമായിരുന്നു. ശരിക്കും ഇവിടെ ഫോൺ അലൗഡ് അല്ല കേട്ടോ, പക്ഷെ നമ്മൾ മലർപ്പറയൊക്കെ നിറയ്ക്കുന്ന ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നു. അവിടെ നിന്ന് കീഴ്ക്കാവിലേക്ക് പോകുന്ന വഴിക്ക് വെടിവഴിപാടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും പിള്ളേരെല്ലാം മടുത്തു കേട്ടോ. നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ആര്യാസിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയം ഫുഡ് തീർന്നിട്ടുണ്ടാവും എന്നാണ് ഓർത്ത കേട്ടോ. അന്നേരം തന്നെ 11:30 മണി ആയിട്ടുണ്ടാവും. അവിടെ നെയ്റോസ്റ്റും പേപ്പർ ദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ചേട്ടൻ പേപ്പർ ദോശയാണ് കേട്ടോ മേടിച്ചത്. അതിന്റെ നീളം കണ്ടോ. എന്നാണേലും വിശപ്പ് മാറി കിട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു അമ്പലത്തിലേക്ക് പോകണമായിരുന്നു. ആമയുടെ അമ്പലം എന്ന് പറയുവേ. ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? നല്ല രസമുള്ള ഒരു അമ്പലമാണ്. പക്ഷെ ഞങ്ങൾക്ക് പോയപ്പോൾ നടയടച്ചു പോകുമെന്ന് അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നടയടച്ചു. വന്ന് തല്ലേന്ന് ഓർത്ത് കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. ഈ ആമയുടെ അമ്പലത്തിന്റെ പുറകിലായിട്ട് കായലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. തൃപ്പൂണിത്തുറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ വന്നാലും പിന്നെയും പിന്നെയും നമ്മളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങളാണ് കേട്ടോ കൂടുതലും ഉള്ളത്. എന്തായാലും ഞാൻ ഹാപ്പി ആയിട്ടോ. തിരിച്ചു വരുന്ന വഴിയിൽ നോക്കിയപ്പോഴേ തൃപ്പൂണിത്തുറയിലുള്ള കൃഷ്ണ ടെക്സ്റ്റൈൽസിൽ ആടി സെയിൽ നടക്കുകയാണ് കേട്ടോ. പിന്നല്ല, ആടി സെയിൽ എന്ന് കേട്ട പാടെ ചാടി ഇറങ്ങിയില്ലേ. ഇനിയാണ് കഥ. ആന കരിമ്പൻ തോട്ടത്തിൽ കയറിയാൽ എങ്ങനെ എന്ന് പറഞ്ഞ അവസ്ഥയിലായിപ്പോയി ഞങ്ങൾ എല്ലാവരും കേട്ടോ. ഞാൻ സാധാരണ കല്യാൺസിലൊക്കെയാണ് കേട്ടോ ആടി സെയിൽ കണ്ടിട്ടുള്ളത്. എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ. ഏതെടുക്കണം എന്ന കൺഫ്യൂഷനിലായിപ്പോയി ഞാൻ. അമ്മാതിരി തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരിങ്ങനെ ഇരച്ചു കയറുവാണേ. നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും അതിൻ്റെതായ ഓഫറും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇതേ 2 കൈ നിറയെ സാധനവും മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് കറക്കമായി പോയതുകൊണ്ടേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കിടന്നാ മതി എന്ന് തോന്നി. എന്നാലും ഫുഡ് കഴിച്ചിട്ട് പോകണ്ടേന്ന് ഓർത്ത് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ മുതലേ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചുകൊണ്ടേ മക്കള് രണ്ടുപേരും നോൺ വെജിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയായിരുന്നു. അതുകൊണ്ട് നൈറ്റിലെ ഫുഡ് നോൺ വെജ് ആക്കി കേട്ടോ. മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചത്. എനിക്കാണെങ്കിൽ ഡ്രാഗൺ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഡ്രാഗൺ ചിക്കനും മേടിച്ചു. അതുപോലെ തന്നെ അൽഫാം ചിക്കനും കഴിച്ചു കേട്ടോ. വെജിറ്റേറിയൻ ആയിരുന്ന ചേട്ടൻ എന്റെ കൂടെ കൂടിയതിന് ശേഷം നോൺ വെജ് ഐറ്റംസ് കഴിച്ചു. നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ കൂടുതൽ കഴിക്കുമെന്ന് പറഞ്ഞ പോലെ ഇന്ന് ഹെവി ഫുഡ് ആയി പോയി. മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷം തന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞു ഇന്നത്തെ ദിവസം അവസാനിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റാ ബൈ.